ഹായ് എവരി വൺ, ഐ എം ജിതൻ പിടക്കൽ, ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. ഏവർക്കും ടെൻഡർ PSC സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട മുൻകാല പരീക്ഷകളുടെ ഇപ്പോൾ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ, വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണല്ലോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അതിന്റെ മുൻകാല പരീക്ഷകളുടെ കുറെ ചോദ്യങ്ങളുടെ വിശദീകരണം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ആ ക്വസ്റ്റ്യൻസിന് റിലേറ്റ് ചെയ്തുള്ള കുറേയധികം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഏരിയസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലേ? ഏതൊക്കെ ഏരിയസിലുള്ള ചോദ്യങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത്, അല്ലേ? എങ്ങനെയാണ് നമുക്ക് എന്താണ് ആ എക്സാമിനേഷന് വേണ്ടി ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് എന്താണ് പ്രിപ്പയർ ആകാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ഡിസ്കഷൻ നിങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുക. ആക്ച്വലി നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ മുൻകാല പരീക്ഷകളുടെ ചോദ്യങ്ങൾ വിശദീകരണം അത് വരുമ്പോൾ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആക്ച്വലി നമ്മൾ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ പഠിച്ചു തീർന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങളിലേക്ക് എന്താണ് ഒരു അവസാന ലാബ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, തയ്യാറെടുക്കുന്നത്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ 10th ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, +2 ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, ഏത് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇംഗ്ലീഷിന്റെ അല്ലെ ചോദ്യങ്ങളുടെ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഗ്രാമർ പോർഷൻ ആണെങ്കിലും വൊക്കാബുലറി പോർഷൻ ആണെങ്കിലും നമ്മൾ മുൻകാല പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ ആവർത്തനം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ദെൻ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 2 സെഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം, ടെസ്റ്റ് ഓഫ് ഗ്രാമർ. സെക്കൻഡ് സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഫ് വൊക്കാബ്സ്. ഓക്കെ, നമ്മൾ വർഷങ്ങൾ മുമ്പുള്ള എക്സാമിനേഷൻ, അതായത് ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാമർ പോർഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ലെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നടക്കുന്ന എക്സാമിനേഷന്, ഇംഗ്ലീഷിലുള്ള ഏത് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഈ 2 വിഭാഗങ്ങളിൽ നിന്ന് തുല്യമായി ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് വൊക്കാബുലറി അല്ലെങ്കിൽ ഗ്രാമർ പോർഷനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് 2 സെഷൻ തുല്യമായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗ്രാമർ പോർഷൻ ആൻഡ് ടെക്സ്റ്റ് ഓഫ് വൊക്കാബുലറി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗ്രാമർ പോർഷൻ നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ ഈ ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള കുറേയധികം ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക്സിൽ പ്രധാനപ്പെട്ട ഏതാണ്, നിങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. എന്താ പറയുന്നത്, ടെസ്റ്റ് ഓഫ് എന്താണ് ടെൻസ് സ്ട്രക്ചേഴ്സ്. ഇംഗ്ലീഷിലെ ഏറ്റവും കുറവായിട്ടുള്ള ടോപ്പിക്കാണ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഞാൻ കുറേ ടോപ്പിക്സിന്റെ പേരുകളൊന്നും മെൻഷൻ ചെയ്യുകയാണ്. ഏതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അക്കാദമിക് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സിലൊക്കെ തന്നെയാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് എന്താണ് അപ്ഡേഷൻ ഇല്ല, പുതുതായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂൾ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ പോർഷൻ തന്നെയാണ് വരുന്നത്. അത് കുറച്ചുകൂടെ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ മുതൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് ടെൻസ് ഡിവിഷൻ, അല്ലെ? എല്ലാ എക്സാമിനേഷനും നമുക്കറിയാം ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ. നെക്സ്റ്റ് വോയിസ്. എന്താണ് വോയിസ് ഉദ്ദേശിക്കുന്നത്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ ഒന്നാണ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ്. അത് നമ്മൾ ക്വസ്റ്റിന്റെ ഡിസ്കഷനിലൂടെ നമ്മൾ ആ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാൻ ആ ക്ലാസ്സിൽ അത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോവാം. നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് റിപ്പോർട്ട് ഓഫ് സ്പീച്ച്. ഞാൻ സ്പീച്ച് എന്നാണ് എഴുതുന്നത് എങ്കിൽ എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സംഭാഷണങ്ങളുടെ 2 വ്യത്യസ്തമായ രീതികൾ, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്റെ ഡയറക്റ്റ് വോയിസ് ആണ്, അല്ലെ? ആ ഡയറക്റ്റ് വോയിസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വേറെ കൺവേ ചെയ്ത് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ടാവും, ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ ടോപ്പിക്കിന്റെ പേഴ്സും മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാണ്, ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് ടെൻസ് ഡിവിഷൻ, നെക്സ്റ്റ് വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അല്ലെ? പിന്നെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ദെൻ റിപ്പോർട്ട് ഓഫ് സ്പീച്ച് കഴിഞ്ഞാൽ അനദർ വൺ ആണ് ക്വസ്റ്റ്യൻ ടാഗ്, ടാഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. Another one, articles. Next, prepositions. അല്ലേ? പിന്നെന്താണ് കണ്ടീഷണൽ സെന്റൻസസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, കോൺകോർഡ്, റിലേറ്റീവ് പ്രൊനൗൺസ്, അല്ലേ? ഇതൊക്കെ മേജർ ടോപ്പിക്സിനകത്ത് വരുന്നതാണ്. ഏതൊക്കെയാണ് ടെൻസസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സ്കൂൾ ക്ലാസ് നമ്മൾ പഠിച്ചു വരുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്, അല്ലേ? പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്, ദെൻ പ്രിപ്പോസിഷൻസ്, കണ്ടീഷണൽ ക്ലോസ്, അല്ലേ? ദെൻ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, റിലേറ്റീവ് പ്രൊനൗൺ. ഇതെല്ലാം നമ്മൾ എന്താണ് ഈ മുൻകാല പരീക്ഷയുടെ ബീറ്റ് പ്രോസസ്സിന്റെ നമ്മൾ എക്സാം ഡിസ്കഷനകത്ത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നോക്കാം ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്.
അപ്പോൾ ഇത് കൂടാതെ നമുക്ക് സബ് ടോപ്പിക്സ് ഉണ്ടാവും. സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ദെൻ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ, ടൈപ്സ് ഓഫ് സെന്റൻസ്, സെന്റൻസുകളുടെ ടൈപ്സുകൾ ഐഡന്റിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് സെന്റൻസ് കുറേയധികം ജനറൽ യൂസേജസ് ഉണ്ടാവും. ജനറൽ യൂസേജസ്, applications of gerunds and infinitives, then sentence corrections, okay. അപ്പോൾ ഇതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കും തുല്യ പ്രാധാന്യമുള്ളതാണ്. വൺ ബൈ വൺ ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഏത് ടോപ്പിക്കിന്റെയും ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. അതിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള എന്താ പറയുന്നത് ഏതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷനോട് നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടാവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഗ്രാമർ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ എന്താ പറയുന്നത് ഒരു ഓവറോൾ എന്താണ് ഒരു പഠനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദെൻ ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല, ഒരു ടോപ്പിക്ക് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഗ്രാമർ പോർഷൻ ആണ്. ഇതുപോലെ തന്നെ പ്രാധാന്യം വരുന്നതാണ് വൊക്കാബ്സ് അല്ലേ. എന്താണ് വൊക്കാബ്സ് ഉദ്ദേശിക്കുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളുടെ മീനിങ്സ് ഉണ്ടാവും അല്ലേ, ദെൻ സിനോണിംസ് ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളുടെ എന്താണ് ഓപ്പോസിറ്റ്സ് ഉണ്ടാവും, ആന്റണിംസ് ഉണ്ടാവും അല്ലേ, പലതരത്തിലുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് എന്താണ് ഫ്രേസൽ വെർബുകളുടെ മീനിങ്, ഫ്രേസൽ വെർബ്സ്, നൗൺസുകളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ, നൗൺസിന്റെ എന്താ പറയുന്ന ജെൻഡർ കാറ്റഗറി ഉണ്ടാവും. നെക്സ്റ്റ് നമ്പർ, ഇഡിയംസുകളുടെ മീനിങ് അല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന ഡ്വെല്ലിംഗ് പ്ലേസസ്, ആനിമൽ കാറ്റഗറിയിലൊക്കെ വരുന്ന എന്താണ് ദെൻ അവയുടെ വാസസ്ഥലങ്ങൾ, അതാണ് ഈ ഡെല്ലിംഗ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെയൊക്കെ ഡിസ്കഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെന്താണ് സ്പെൽ ചെക്ക് അല്ലേ, ഒരു വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്, കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് അല്ലെങ്കിൽ റോങ്ലി സ്പെൽഡ് വേർഡ്, ഇങ്ങനെയുള്ള ഏരിയസ് ആണ് നമ്മൾ എന്താ പറയുന്നത് വൊക്കാബുലറി സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഗ്രാമറിന് പോലെ തന്നെ തുല്യ പ്രാധാന്യം വരുന്നതാണ് വൊക്കാബ്സ്. ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. വാക്കുകളുടെ അർത്ഥങ്ങൾ, വാക്കുകളുടെ എതിർപദങ്ങൾ അല്ലെ, ഓപ്പോസിറ്റ്സുകൾ, പല കാറ്റഗറിയിൽ വരുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ എന്താണ് പറയുന്നത് ഫ്രേസൽ വെർബ്സുകൾ അല്ലെ, പുട്ട് ഓൺ പുട്ട് ഔട്ട് അല്ലെ, കോൾ ഓൺ കോൾ ഔട്ട് തുടങ്ങിയിട്ടുള്ള ഫ്രേസൽ വെർബുകളുടെ മീനിങ്, നൗൺസുകളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സിംഗുലർ പ്ലൂറൽ ഫോം അല്ലെ, അതോടൊപ്പം തന്നെ എന്താണ് ജെൻഡർ കാറ്റഗറി, മെയിൽ ആണോ ഫീമെയിൽ ആണോ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്, പലതരത്തിലുള്ള ഇഡിയംസുകളുടെ മീനിങ്സ്, പിന്നെ എന്താ വന്നിരിക്കുന്നത് ഡെല്ലിംഗ് പ്ലേസുകൾ. എന്താണ് ഡെല്ലിംഗ് പ്ലേസ് എന്ന് പറയുക, വാസസ്ഥലങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മൾ ലയന്റെ ലിവിംഗ് പ്ലേസ് നമ്മൾ ഡെൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ ദെൻ എന്താണ് കെനൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് വൊക്കാബുലറി പാർട്ടിൽ നമ്മൾ മെയിൻലി കംപ്ലീറ്റ് ചെയ്യേണ്ട ഏരിയാസ്. അപ്പൊ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ഉള്ള രീതിയിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ. 2 സെഷൻസ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും, ടെക്സ്റ്റ് ഓഫ് ഗ്രാമർ ആൻഡ് ടെക്സ്റ്റ് ഓഫ് വൊക്കാബുലറി. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അല്ലെ. ഇംഗ്ലീഷിന്റെ സിലബസ് അറിഞ്ഞ് തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിലുള്ള മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ അല്ലെ, ഇപ്പം വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നായിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനേഷന്റെ മുൻകാല ഒരു പരീക്ഷയുടെ കുറെ ചോദ്യങ്ങളുടെ വിശദീകരണം. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഓരോ ടോപ്പിക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ടോപ്പിക്കിന്റെ എന്താണ് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കി എടുക്കുക. ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആണ് ഏറ്റവും എഫക്റ്റീവ്. എങ്കിൽ പോലും ഇപ്പം വരുന്ന സാഹചര്യം എക്സാമിനേഷൻ അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയം ഇല്ലാത്തതിന്റെ പേരിൽ ഓരോ ചോദ്യങ്ങളുടെയും വിശദീകരണം നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ലിസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി അല്ലെ, ഇവിടെ ഒരു ബ്ലാങ്ക് പാർട്ട് വരുന്നുണ്ടാവും അല്ലെ. ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നോക്കി ഇസ്, ആർ, ഹാസ്, ഹാവ് ആണ് വന്നിരിക്കുന്നത്. മെയിൻലി നമുക്ക് ഓക്സിലറി വെർബുകൾ അല്ലെ, ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ ഓക്സിസ് എന്ന് പറയുന്നത്, ഈസ്, ഹാസ് അല്ലെ, വാസ്, വേർ അല്ലെ, ഇങ്ങനെയുള്ള ഓക്സിലറി വെർബുകൾ മിസ്സിംഗ് ആകുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആ എഗ്രിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, അത് ഏത് ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചോദ്യത്തിന്റെ ആൻസറിംഗിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ടോപ്പിക്കിന് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് നിങ്ങളുടെ അക്കാദമിക് ക്ലാസ്സുകൾ നിങ്ങളുടെ എന്താ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് മതി നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞു ദ ബാഗേജ് ഡാഷ് റിയലി ഹെവി എന്ന് പറയുമ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ഓക്സിലറി വെർബിന്റെ മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് ഈസ് ഉണ്ട്, ഹാർ ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട് അല്ലേ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഇവിടുത്തെ നൗണിനെ എഗ്രി ചെയ്യുന്ന വെർബിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഇവിടെ വെർബ്സ് നോക്കിയേ ഓക്സ് വെർബുകളായിട്ട് വന്നിരിക്കുന്നത് ഈസ് ഉണ്ട്, അല്ലെങ്കിൽ ആർ ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എന്താണ് വന്നിരിക്കുന്നത്, ഒരു പെയർ സാധ്യത, അല്ലെ, അല്ലെങ്കിൽ ഒരു ജോഡി ഓപ്ഷൻസിന്റെ സാധ്യത എപ്പോഴും സിംഗുലർ ഓപ്ഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് മറ്റ് രണ്ട് ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, പ്ലൂറൽ ഓപ്ഷൻസിന് സാധ്യത വരുന്നുണ്ടാവും. എനിവേ ഒരു സിംഗുലറും 3 ഓപ്ഷൻസ് പ്ലൂറലായിട്ടും വരാം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലൂറലും ബാക്കി 3 സിംഗുലറായിട്ടും വരാം. എങ്കിലും കൂടുതൽ എന്താ സാധ്യത വന്നിരിക്കുന്നത്, ഇവിടെ നോക്കുക, ഈസ്, ഹാസ്, ഹാർ, ഹാവ് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈസ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സിംഗുലർ വെർബിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ ഹാസും സിംഗുലർ ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. ദെൻ ആർ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു പ്ലൂറൽ എഗ്രിമെന്റിലാണ്, അല്ലേ? ആൻഡ് ഹാവും പ്ലൂറൽ എഗ്രിമെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൗണിനെ എഗ്രി ചെയ്യുന്ന വെർബ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇതിനകത്ത് ഏത് നമ്പറിൽ ഐഡന്റിഫൈ എന്നുള്ള ആ കണ്ടെത്തലാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. നമുക്കറിയാം ബാഗേജ് ഇതൊരു നൗൺ ആണ്, അല്ലെ? ഈ നൗണിനെ നമുക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെ? നിങ്ങൾക്ക് അറിയാമല്ലോ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കുറേ എക്സാംസ് വരുന്നുണ്ടാവും. ഏതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, സീനറി, ഫർണിച്ചർ, ഇൻഫർമേഷൻ, ന്യൂസ്, ലഗേജ്, ഇങ്ങനെ ഒട്ടനവധി നൗൺസുകൾ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെയുള്ള നൗൺസുകളൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഒരു കൗണ്ടബിൾ കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. എന്താണ് എ നൗൺ ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ്, അല്ലെ? കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എന്താണ് ചില നാമരൂപങ്ങൾ ഉണ്ടാവും. സച്ച് ടൈപ്പ് ഓഫ് നൗൺസ് ആർ കോൾഡ് അൺകൗണ്ടബിൾ നൗൺ. അത്തരം നൗൺസുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അൺകൗണ്ടബിൾ നൗൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പൊതു നിയമമാണ്, ഇങ്ങനെയുള്ള അൺകൗണ്ടബിൾ നൗൺസുകൾ, അല്ലെ, ഫോളോ ചെയ്യുന്ന വെർബിന്റെ നമ്പർ ഓൾവേസ് എന്തായിട്ട് വരുന്നത്, സിംഗുലർ വെർബിന്റെ എഗ്രിമെന്റിലേക്കാണ് പോകുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷനിലെ നമുക്ക് എന്താണ് കൂടുതൽ എക്സാംസിലൂടെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ മുൻകാല പരീക്ഷയുടെ ചോദ്യങ്ങളിൽ വരുന്ന ഓരോ ടോപ്പിക്കിന്റെയും അതിന്റെ മാത്രമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ പരമാവധി അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫാക്ടുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്കിലും ഒന്നൊരു പറയാം, അൺകൗണ്ടബിൾ നൗൺസ് ലൈക്ക് സീനറി, ഫർണിച്ചർ, ഇൻഫർമേഷൻ, ന്യൂസ്, ലഗേജ്, അല്ലെ, ഇവയെല്ലാം ഏത് എഗ്രിമെന്റിലേക്കാണ് പോകുന്നത്, സിംഗുലർ എഗ്രിമെന്റ് ആണ്. ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു നൗൺ അല്ലേ ബാഗേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ് ബാഗേജ് സിംഗുലർ നൗൺ ആയതുകൊണ്ട് നമുക്ക് 2 സിംഗുലർ ഓപ്ഷൻസിലേക്ക് പോകാം. ഏതാണ് നമുക്ക് ഇവിടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഒരു ഓപ്ഷൻ ഈസ് ആണ്, ഒരു ഓപ്ഷൻ ഹാസ് ആണ്, അല്ലെ? ഈസും ഹാസും നമ്മുടെ സിംഗുലർ എഗ്രിമെന്റ് ആണെങ്കിൽ പോലും, അല്ലെ, സിംഗുലർ സെൻസിൽ ഉപയോഗിക്കുന്ന വെർബ്സുകൾ ആണെങ്കിൽ പോലും അവിടെ നമുക്ക് എന്താണ് രണ്ടിന്റെയും ഫംഗ്ഷനിങ് വ്യത്യാസമുണ്ട്. ഈസിന്റെ ഉപയോഗം അല്ലല്ലോ ഹാസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബാഗേജ് ഡാഷ് റിയലി ഹെവി, അല്ലെ, എന്നുള്ള അർത്ഥത്തിലാണ് പോകുന്നത്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആവശ്യമില്ല. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കേണ്ടത് എന്താണ് വന്നിരിക്കുന്നത്, ആകുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് പോകുന്നത്. അവിടെ നമുക്കറിയാം ഈസ് അതിന്റെ അർത്ഥം നമ്മൾ എന്താ വന്നിരിക്കുന്നത്, ആകുന്നു എന്നുള്ള അർത്ഥത്തിലേക്കല്ലേ പോകുന്നത്. എന്നാൽ ഹാസ് ആൻഡ് ഹാവ് ആണെന്നുണ്ടെങ്കിലോ അതൊരു പൊസിഷനെയാണ് കാണിക്കുന്നത്, അല്ലെ, ഉണ്ട് എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കുക, ദി ബാഗേജ് ഡാഷ് റിയലി ഹെവി, അല്ലെ, ബാഗേജ് എന്ന് പറയുന്നത് എന്താണ്, ഹെവി ആണ് എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് എന്താണ് ഈസും ആറിലേക്കുള്ള അർത്ഥത്തിലേക്കാണ് പോകാൻ പറ്റുന്നത്. എഗ്രിമെന്റ് പോകുന്നത് സിംഗുലറിലേക്ക് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തിലേക്കാണ് പോകുന്നത്, ഈസ് എന്ന ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അൺകൗണ്ടബിൾ നൗണുകളെ ഫോളോ ചെയ്യുന്ന വെർബ്സിന്റെ നമ്പർ ഓൾവേസ് എന്തായിട്ടാണ് മാറുന്നത്, സിംഗുലർ എഗ്രിമെന്റിലേക്കാണ് പോകുന്നത്, അല്ലെ? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദെൻ പ്ലൂറൽ എഗ്രിമെന്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 സിംഗുലർ ഓപ്ഷൻസ് വരുമ്പോൾ ആ 2 സിംഗുലർ ഓപ്ഷൻസിലും 2 ഓപ്ഷനും എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്, അല്ലെ? ഈസിന്റെ ഉപയോഗമല്ല ഹാസിന്റെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ദ ബാഗേജ് ഈസ് എന്താണ് റിയലി ഹെവി എന്നുള്ളതാണ്, അല്ലെ? അപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അൺകൗണ്ടബിൾ നൗണുകളെ ഫോളോ ചെയ്യുന്ന വെർബുകൾ എപ്പോഴും എന്തായിട്ടാണ് മാറുന്നത്, സിംഗുലർ ആയിട്ടാണ് മാറുന്നത്, അല്ലെ? ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിനേഷന്റെ മുൻകാല പരീക്ഷയുടെ മറ്റു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു സെയിം എക്സാമിനേഷൻ തന്നെ അടുത്തൊരു ചോദ്യമാണ്. The principal and chairman dashed the meeting. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് മീറ്റിംഗ്, ഒരു സെയിം എക്സാമിനേഷന് എന്താണ് സെയിം ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം മാത്രമായിട്ട് നമുക്ക് ഒരു എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നിലധികം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണമെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വന്നാൽ പോലും നമുക്ക് അതിന്റെ ഫുൾ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായി? അതാണ് ഇംഗ്ലീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ടോപ്പിക്കിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക് മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ടോപ്പിക്കിന്റെ മാർക്ക് മിസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെ? പൂർണ്ണമായിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും.
അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യത്തിന്റെ അതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കിയേ. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. അല്ലെ, ഇവിടെ എഗ്രിമെന്റ് നോക്കിയേ. ഹാവ് നോട്ട് ബീൻ അറ്റൻഡഡ്. സെക്കൻഡ് ഓപ്ഷൻ ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ്. തേർഡ് ഓപ്ഷൻ ഹാവ് നോട്ട് അറ്റൻഡഡ്. നെക്സ്റ്റ് ഹാസ് നോട്ട് അറ്റൻഡഡ്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ നോട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അല്ലെ, ഇവിടെയും നോക്കണം ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നോക്കിയേ, രണ്ട് കോമൺ നൗണുകളെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ആൻഡ്. നോർമലി നമ്മൾ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് നൗൺസിനെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഷുഡ് ബി ഫോളോഡ് ബൈ പ്ലൂറൽ വെർബ്. നമുക്കറിയാം ടോം ആൻഡ് ബെൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അല്ലേ, അവിടെ നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്? രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ദെൻ അതിനെ എഗ്രി ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നൗണുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്തപ്പോൾ അവയിൽ ഒരു നൗണിനോടൊപ്പമാണ് എന്ത് വന്നിരിക്കുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോമൺ നൗണുകൾ ആൻഡ് എന്ന കൺജങ്ഷൻ കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവയിൽ നമുക്കറിയാം ചില പൊസസീവ് അഡ്ജക്റ്റീവുകളായിട്ട് വരുന്ന വാക്കുകളുണ്ടാവും. മൈ, അവർ, യുവർ, ഹിസ്, ഹർ, their. കണ്ട, ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്താ വരുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഉടമസ്ഥതയെ കാണിക്കുന്ന സർവനാമ രൂപങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. ഇത് കൂടാതെ എന്താണ് ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്നുള്ള വാക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ എന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ആ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ടാവും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോമൺ നൗണുകൾ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു നൗണിനോടൊപ്പം അല്ലെ ഏതെങ്കിലും ഒരു നൗണിനോടൊപ്പം പൊസസീവ് അഡ്ജക്റ്റീവ്സുകളായിട്ടുള്ള മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ദെയർ. അതുമല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഏതെങ്കിലും ഒരു നൗണിനെ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നൗണിനോടൊപ്പം അത് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നൗൺസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? സിംഗുലർ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രിൻസിപ്പളും ചെയർമാനുമായിട്ടുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. അല്ലെ, നേരെ മറിച്ച് നമ്മൾ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് അത് രണ്ട് നൗണുകളായിട്ട് കൺസിഡർ ചെയ്യാം. അതിനെ ഫോളോ ചെയ്യുന്ന വെർബിന്റെ നമ്പർ എന്താണ്? പ്ലൂറലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ആണ്. അല്ലെ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ എന്നല്ല വന്നിരിക്കുന്നത്, പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്നാണ് വന്നിരിക്കുന്നത്. അല്ലെ, അവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ വന്നുകൊണ്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട നൗണിന്റെ നമ്പർ എന്തായിട്ടാണ് മാറുന്നത്? സിംഗുലർ എഗ്രിമെന്റിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട റൂൾ ഇതാണ്. വ്യത്യസ്തമായ രണ്ട് നൗൺസുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു നൗണിനോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന പൊസസീവ് അഡ്ജക്റ്റീവ്സുകളോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഏതെങ്കിലും ഒരു നൗണിനോടൊപ്പം കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബിന്റെ നമ്പർ എന്തായിരിക്കും? ദെൻ സിംഗുലർ ആയിട്ട് മാറുന്നുണ്ടാവും. ഇതിന്റെ റിവേഴ്സ് റൂൾ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഈ കോമൺ നൗണുകളോടൊപ്പം രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ രണ്ട് നൗൺസിനോടൊപ്പം ഇതുപോലുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സുകളോ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് പ്ലൂറലായിട്ട് മാറും. ഇംഗ്ലീഷിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ചില സിറ്റുവേഷനിൽ അതിന് നൗണിനെ എഗ്രി ചെയ്യുന്ന വെർബ് സിംഗുലർ ആയിരിക്കും, ചിലപ്പോൾ അത് പ്ലൂറലായിട്ട് മാറുന്നുണ്ടാവും. ചിലപ്പോൾ ഈസ് വരും, ചിലപ്പോൾ ആർ വരും, ചിലപ്പോൾ ഹാസ് വരും, ചിലപ്പോൾ ഹാവ് വരും. അല്ലെ, ചിലപ്പോൾ വാസ് വരും, ചിലപ്പോൾ വേർ വരുന്നുണ്ടാവും. എനിവേ എന്താണെന്നുണ്ടെങ്കിലും ആ റൂൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ റൂളുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എക്സാമിനേഷന് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ മാർക്ക് പോകില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏതാണ് ഇത്തരത്തിലുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സുകൾ അല്ലെ? ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൈയോ, അവറോ, യുവറോ, ഹിസോ, ഹെറോ, ദെയറോ വരുന്നുണ്ടാവും. അതുകൂടാതെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഗ്രിമെന്റ് പോകുന്നത് സിംഗുലർ എഗ്രിമെന്റിലേക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എലിമിനേറ്റ് ചെയ്യാം. ഹാവ് നോട്ട് ബീൻ അറ്റൻഡഡ് അല്ലെ ആൻഡ് ഹാവ് നോട്ട് അറ്റൻഡഡ്. ഈ രണ്ട് ഓപ്ഷൻസിന്റെ നമ്പർ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പ്ലൂറൽ എഗ്രിമെന്റിൽ വന്നിരിക്കുകയാണ്. ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഇനി അവശേഷിക്കുന്ന നോക്കിക്കേ, രണ്ട് സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ് ആൻഡ് ഹാസ് നോട്ട് അറ്റൻഡഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഒരെണ്ണം ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ് ആണ്, ഒരെണ്ണം ഹാസ് നോട്ട് അറ്റൻഡഡ് ആണ്. ഇവിടെ നമുക്കറിയാം ഹാസ്, ഹാവ് അല്ലെ. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ബി3 ഫോം, ഈ ഒരു സ്ട്രക്ചറിൽ ഒരു വാക്യം ഇംഗ്ലീഷിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വോയിസ് പാസീവ് ആയിരിക്കും.
നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അല്ലേ. പാസീവായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ എക്സാമിനേഷന്റെ വരുന്നുണ്ട്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അതിന്റെ പാസീവ് ആക്റ്റീവ് കൺവേർഷൻ എങ്ങനെയാണ് പോകുന്നതും ഓരോ ടെൻസ് ഡിവിഷന്റെയും അതിന്റെ ആക്റ്റീവ് പാസീവ് സ്ട്രക്ചർ എന്താണെന്നും മനസ്സിലാക്കി തരാം. ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം, പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? പ്രിൻസിപ്പളും ചെയർമാനും എന്ത് ചെയ്തിട്ടില്ല? മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ നൗൺസിന്റെ ഫംഗ്ഷനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്ത് ഫംഗ്ഷനിങ്ങിലാണ് പോകുന്നത്? ഇതെന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്നുള്ളത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഒരു റിയൽ സബ്ജക്റ്റ് ആണ്, ഡൂർ ഓഫ് ദി ആക്ഷൻ ആണ്. അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരാണ് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ആക്ഷൻ പാർട്ട് ചെയ്യുന്ന വ്യക്തികൾ അവരാണ്. അവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? അത് നൗൺ ആ വന്നിരിക്കുന്ന പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ എന്നുള്ള ആ നൗൺ എന്തിന്റെ ഫംഗ്ഷനിങ് വന്നിരിക്കുന്നു? റിയൽ സബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ വന്നിരിക്കുന്നു. അങ്ങനെ റിയൽ സബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ വരുമ്പോൾ അതിന്റെ വോയിസ് എന്തായിട്ടാണ് നിലനിൽക്കുന്നത്? അതിന്റെ വോയിസ് ആക്റ്റീവ് ആയിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഹാസ് ഓർ ഹാവ്, ഒരു നൗണിനോടൊപ്പം ഹാസിന്റെ ഹാവിന്റെ കൂടെ ബീൻ കണക്ട് ചെയ്ത് വരുന്ന വെർബിന്റെ ബി3 ഫോം എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? അത് പാസീവ് സ്ട്രക്ചർ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ അല്ലെ. ഇവിടെ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയുമ്പോൾ അത് റിയൽ സ്ട്രക്ചർ നോക്കിയേ, ഐ ഹാവ് റിട്ടൺ അല്ലെ. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡൂർ ഓഫ് ദി ആക്ഷൻ ഞാനാണ് അല്ലെ. അവിടെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് പ്രാധാന്യം വരുമ്പോൾ അതിന്റെ വോയിസ് എന്തായിട്ടാണ് മാറുന്നത്? ദെൻ അതാണ് ആക്റ്റീവ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയാലോ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, റിട്ടൺ എ ലെറ്റർ. ഇതിന്റെ പാസീവ് സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ്? ഹാസ് ഓർ ഹാവ് കയറി വരുന്ന വാക്കിന്റെ പാസീവിൽ നമ്മൾ എന്താണ്? ബീൻ കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ പാസീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എ ലെറ്റർ എന്നുള്ള ഒബ്ജക്റ്റിലൂടെ ആരംഭിക്കുമ്പോൾ ഇതിന്റെ പാസീവ് നമുക്ക് ഇങ്ങനെ പറയാം, എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ. ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഏതാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ കണക്ട് ചെയ്യുന്ന വാക്യങ്ങൾ എന്തായിട്ടാണ് മാറുന്നത്? പാസീവ് സെന്റൻസുകളായിട്ട് അല്ലെങ്കിൽ പാസീവ് വോയിസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാസിന്റെ ഹാവിന്റെ കൂടെ ബീൻ ഇല്ലാത്ത പക്ഷം അത് വോയിസ് എന്തായിട്ടാണ് നിൽക്കുന്നത്? ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി, ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് എന്നുള്ള വാക്യം എന്താണ്? അത് സിംഗുലർ എഗ്രിമെന്റിലേക്കാണ് പോകേണ്ടത്. ആ സിംഗുലർ എഗ്രിമെന്റിൽ രണ്ട് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ, ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ് ആൻഡ് ഹാസ് നോട്ട് അറ്റൻഡ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിയൽ ഡൂർ ഓഫ് ദി ആക്ഷൻ അല്ലെ. പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് അത് പോകുന്നത്. അവരെന്താണ്? റിയൽ ഒബ്ജക്റ്റ് അല്ല, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വ്യക്തികളായിട്ടല്ല, അവർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സബ്ജക്റ്റിന്റെ റോളിലാണ് അവർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വോയിസ് ആക്റ്റീവ് ആണ്. അങ്ങനെ ആക്റ്റീവ് വോയിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബീൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് ഏതാ വന്നിരിക്കുന്നത്? ഹാസ് നോട്ട് അറ്റൻഡഡ് അല്ലെ. ഇനി ഹാസ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. ഹാസ് നോട്ട് അറ്റൻഡ് എന്നെങ്കിൽ എന്തായിട്ട് മാറുന്നുണ്ടാവും? നെഗറ്റീവ് ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ഈ സെൻസുകളുടെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോണ്ടെക്സ്റ്റിന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോർഡ്സ്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. കോൺകോർഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം എക്സാമിനേഷൻ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ദെൻ കോൺകോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ, വ്യത്യസ്തമായിട്ടുള്ള മോഡലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അൺകൗണ്ടബിൾ നൗണുകളെ കണക്ട് ചെയ്യുന്നത് സിംഗുലർ ആണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് കൊണ്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കോമൺ നൗണുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഡിഫറെന്റ് ആയിട്ടുള്ള കോമൺ നൗണുകൾ ആൻഡ് കൊണ്ട് കമ്പൈൻഡ് ആവുന്ന സാഹചര്യത്തിൽ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറെന്റ് കോമൺ നൗണുകളിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലെ, the singular noun is connected with my, our, your, his, her and their, or the definite article the should be followed by singular verb. Otherwise എന്താണ്? can be followed by plural verb. അത് നമുക്ക് പറയാം എക്സെപ്ഷണൽ ആയിട്ട് വരുന്നതാണ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്താൽ പ്ലൂറൽ ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഹാസ് നോട്ട് അറ്റൻഡഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു ജോയിൻ മെഡിസിൻ. ഇതിന് തന്നെ വന്നിരിക്കുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ചോദ്യത്തിന് തന്നെ മറ്റൊരു മോഡൽ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു ജോയിൻ മെഡിസിൻ അല്ലെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദെൻ അങ്കിൾ ആൻഡ് ഗാർഡിയൻ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോമൺ നൗൺസുകളാണ്. അതിൽ ഒരു നൗണിനോടൊപ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള മൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. അങ്കിൾ ആൻഡ് ഗാർഡിയൻ അല്ല, അല്ലെങ്കിൽ എന്താണ്? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ അല്ല, അല്ലെങ്കിൽ ദ അങ്കിൾ ആൻഡ് ഗാർഡിയൻ അല്ല അല്ലെ. ഇവിടെ നോക്കി, ദ അങ്കിൾ ആൻഡ് ദ ഗാർഡിയൻ എന്നല്ല വന്നിരിക്കുന്നത്, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. ഒരു നൗണിനോടൊപ്പം മാത്രമാണ് ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നതാണ്, ഇതിനെ കണക്ട് ചെയ്തിട്ട നൗണിന്റെ നമ്പർ അല്ലെങ്കിൽ വെർബിന്റെ നമ്പർ ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന സിംഗുലർ വെർബിലേക്കാണ് പോകേണ്ടത്. മനസ്സിലാക്കുക. അങ്ങനെ സിംഗുലർ വെർബിലേക്ക് പോകുമ്പോൾ നോക്കി, വാണ്ട്, വാണ്ട്സ്, ആർ വാണ്ടഡ്, ഹൗ വാണ്ടഡ്. ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ എഗ്രിമെന്റ് സിംഗുലർ ആണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഡൗട്ട് ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, ഒറ്റ സിംഗുലർ ഓപ്ഷനെ ഇവിടെ ഗിവൺ 4 ഓപ്ഷനിൽ ഒറ്റ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി നോക്കിയേ, വാണ്ട് പ്ലൂറൽ അല്ലേ, ആർ വാണ്ടഡ് പ്ലൂറൽ അല്ലേ, ഹൗ വാണ്ടഡ് പ്ലൂറൽ അല്ലേ. ഉണ്ടോ?
അപ്പോൾ നമുക്ക് ഒറ്റ ആൻസറിലേക്കാണ് പോകുന്നത്, വാണ്ട്സ്. അപ്പോൾ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ വാണ്ട്സ് മീ ടു ജോയിൻ മെഡിസിൻ. ഇനി ഈ ഒരു കോണ്ടക്സ്റ്റ് മാറുകയാണ്. എങ്ങനെ മാറുകയാണെന്ന് വെച്ചാൽ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് വാണ്ട് ഉപയോഗിക്കാമായിരുന്നു. വാണ്ട് മീ ടു ജോയിൻ മെഡിസിൻ. ക്ലിയർ? ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയ പ്ലൂറൽ എഗ്രിമെന്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്നാണ് വന്നിരിക്കുന്നത്. രണ്ട് നൗൺസുകളോടൊപ്പം നമ്മൾ എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റൂളിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്തമായ നൗൺ, കോമൺ നൗണുകൾക്ക് രണ്ട് ഭാഗത്തും ഈ പറഞ്ഞിരിക്കുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് കണക്ട് ചെയ്താലോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കണക്ട് ചെയ്താലോ ഒക്കെ അത് പ്ലൂറൽ എഗ്രിമെന്റ് ആണ്. അല്ലാത്ത പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സിംഗുലർ വെർബിലേക്ക് പോകുന്നത്. എക്സാംസിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഞാനായി പറഞ്ഞ സിംഗിൾ എഗ്രിമെന്റിൽ മുകളിലാണ്. രണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ വ്യത്യാസം എന്താണ്, ആ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ. ക്ലിയർ? ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ മതി ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. ദെൻ ഇത്രയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ. They have built a bridge. Change the voice. Active and passive voice ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അല്ലേ. They have built a bridge. Change the voice കാറ്റഗറിയിൽ ഒരു വാക്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, അതിന്റെ വോയിസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആയിട്ട് ബന്ധപ്പെട്ട് മൂന്ന് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വന്നിരിക്കുന്നത്, ചേഞ്ച് ഇൻടു എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻടു പാസീവ്, ഏതെങ്കിലും ഒരു വോയിസിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏത് വോയിസ് ആണെന്ന് പറയത്തില്ല, എന്താണ് ചേഞ്ച് ദ വോയിസ് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ചേഞ്ച് ദ വോയിസ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ ബാക്കി വോയിസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ ഐഡന്റിഫൈ ചെയ്യണോ. ഇവിടെ they have built a bridge എന്ന് പറയുന്ന വാക്യം നോക്കിക്കേ, ഹാവ് പ്ലസ് V3 സ്ട്രക്ചർ അല്ലേ വന്നിരിക്കുന്നത്. ഈ ഹാവ് പ്ലസ് V3 വരുന്ന വാക്യങ്ങളുടെ സ്ട്രക്ചർ എന്തായിട്ടാണ് വരുന്നത്, ഇറ്റ്സ് വോയിസ് ഈസ് ഓൾവേസ് ആക്റ്റീവ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു ഏതാണ്, ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ ആൻസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുക ദേ ഹാവ് ബിൽറ്റ് എ ന്യൂ ഹൗസ് അല്ലെങ്കിൽ ബിൽറ്റ് എ ബ്രിഡ്ജ്, സോറി ന്യൂ ഹൗസ് അല്ല ബ്രിഡ്ജ്. ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ് എന്ന് പറയുന്ന വാക്യം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ആക്റ്റീവ് വോയിസിൽ വന്നിരിക്കുന്ന വാക്യമാണ്. അതിന്റെ ടെൻസ് ഡിവിഷൻ ഏതായിട്ടാണ് വന്നിരിക്കുന്നത്, ഹാവ് ബിൽറ്റ് അല്ലേ എന്നായിട്ടാ. ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ദെൻ ചേഞ്ച് ദ വോയിസ് കാറ്റഗറിയിൽ പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു വാക്യം വരികയാണെങ്കിൽ വോയിസ് ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി. അതിനോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ ടെൻസ് ഡിവിഷൻ. ഏതിന്റെ ടെൻസ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഏതെല്ലാം വന്നിരിക്കുന്നത്, പ്രസന്റ് പെർഫെക്റ്റിലാണ് വന്നിരിക്കുന്നത് അല്ലേ. പ്രസന്റ് പെർഫെക്റ്റിൽ ഒരു വാക്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാസീവ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലൂടെ ആരംഭിക്കുക അല്ലെ. ഒബ്ജക്റ്റിനോടൊപ്പം നമ്മൾ എന്താണ്, ഒബ്ജക്റ്റിന്റെ നമ്പർ അനുസരിച്ച് സിംഗുലർ പ്ലൂറൽ ഫോമിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് എന്നുള്ള ഓക്സ് വെർബ് കണക്ട് ചെയ്യുന്നു. അതിനോടൊപ്പം ബീൻ എന്ന അറ്റാച്ച്ഡ് വെർബ് പ്ലസ് വെർബിന്റെ B3 ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് ഇതിന്റെ പാസീവ് കൺവേർഷൻ പോകുന്നത്. അപ്പോൾ വോയിസ് ആക്റ്റീവ് ആണെന്ന് മനസ്സിലായി, ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ വാക്യത്തിലെ ഒബ്ജക്റ്റിന്റെ നമ്പർ അനുസരിച്ച് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടാവും, ഹാസ് ഓർ ഹാവ് കണക്ട് ചെയ്യേണ്ടിട്ടുണ്ടാവും. നോക്കിയേ, ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ് ആണ് അല്ലെ. നമുക്കറിയാം ഈ ബ്രിഡ്ജ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സിംഗുലർ നൗൺ അല്ലേ, ഒരു സിംഗുലർ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ബ്രിഡ്ജ് ഹാവ് ബീൻ പറ്റൂല അല്ലെ. ഇവിടെ നമുക്ക് എന്താണ്, ഹാവ് ബീൻ. നാലാമത്തെ ഓപ്ഷൻ ഹാവ് തന്നെയാണ് വരുന്നത്. അത് കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഏത് ഓക്സ് വെർബ് ആയിരിക്കണം, സിംഗുലർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സിംഗിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാ, ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ഉണ്ട്, എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും പാസീവ് സെന്റൻസുകളിലേക്ക് വരുമ്പോൾ വെർബിന്റെ ഫോം എന്തായിട്ടാണ് മാറുന്നത്, V3 ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. വെർബിന്റെ ഫോം എന്തായിട്ട് മാറുന്നുണ്ടാവും, V3 ഫോം ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കണം ഏതാ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെർബിന്റെ B1, B2, V3 ഫോം അല്ലേ. വെർബിന്റെ മൂന്ന് ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വെർബിന് ടോട്ടൽ 5 ഫോംസ് ആണ് ഉള്ളത്. എങ്കിൽ നമ്മൾ വെർബിന്റെ B1, B2, V3 നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്, ഡീൽ അവസാനിക്കുന്ന ചില വെർബുകളുണ്ട്. BUILD ബിൽറ്റ്. അതിന്റെ സെക്കൻഡ് ഫോം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ബിൽറ്റ്. തേർഡ് ഫോം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ബിൽറ്റ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെന്റ്, അതിന്റെ V2 ഫോം എന്താണ്, സെന്റ്. സെന്റ്. ലെന്റ്, LENT ലെന്റ് അല്ലേ, അത് LENT മാറും. അതിന്റെ B3 ഫോം LENT. സ്പെൻഡ്, ചിലവഴിക്കുക അല്ലെ, സ്പെൻഡ്. അതിന്റെ സെക്കൻഡ് ഫോം എന്തായിട്ട് മാറും, SPNT. അതിന്റെ തേർഡ് ഫോം SPNT ആണ്.
ഇങ്ങനെയുള്ള വെർബുകളുടെ 3 ഫോംസിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? വെർബിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ടീയിൽ അവസാനിക്കുന്ന കുറെ വെർബുകളാണ് നോക്കിയേ. അതിലൊന്ന് നോക്കിയേ ബിൽഡ്, നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന്റെ സെക്കൻഡ് ഫോം ബിൽറ്റ് ആണ്, തേർഡ് ഫോം ബിൽറ്റ് തന്നെയാണ്. സെൻഡ് അയക്കുക SENT വരുമ്പോഴും SENT വരുമ്പോഴും അല്ലെ V2 ആൻഡ് V3 ഫോം എന്ന് പറയുമ്പോൾ ടിയിലേക്കാണ് പോകുന്നത്. ഡി എന്നുള്ളത് V1 ആണ്. ആൻഡ് അതുപോലെ തന്നെയാണ് ലെൻറ്റ് അല്ലെ. അവിടെ ലെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഏതാണ് ലെൻറ്റ്, LENT എന്ന് പോകും. സ്പെൻഡ് ആണെങ്കിൽ SPENT എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള വെർബുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ടിയും ഡിയും കയറി വരുന്നുണ്ടാവും. അപ്പം V2 V3 ഫോം ഡിയിലാണോ ടിയിലാണോ അവസാനിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നോക്കിയേ, ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ് ചേഞ്ച് ദ വോയിസ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഏതാണ് ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ഉണ്ട് ആൻഡ് ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ബിൽഡ് എന്നുള്ളത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? V1 ഫോം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്യൂട്ടബിൾ അല്ല അല്ലെ. ആൻസർ പോകുന്നത് എന്തിലേക്കാണ്? ദെൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക ഏതാണ് ഹാസിന്റെ ഹാവിന്റെ കൂടെ വെർബിന്റെ V3 ഫോം കണക്ട് ചെയ്ത വാക്കിന്റെ വോയിസ് ആക്റ്റീവ് ആണ്. ആ വാക്കിന്റെ ടെൻസ് ഡിവിഷൻ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിൽ വാക്യം ആക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് ഫോർമാറ്റ് ഹാസിന്റെ ഹാവിന്റെ കൂടെ ബീൻ കണക്ട് ചെയ്യുന്നു അല്ലെ. ഇവിടെ വരുമ്പോൾ രണ്ട് ഓപ്ഷൻസ് നമ്മൾ എന്താണ് കൺഫ്യൂസിങ് ആവാൻ വേണ്ടിയാണ് രണ്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഹാസ് ബീൻ ബിൽറ്റും ഹാസ് ബീൻ ബിൽഡും വന്നിരിക്കുന്നു. അവിടെയും നമ്മൾ മനസ്സിലാക്കണം ബിൽഡ് എന്ന വെർബിനെ തേർഡ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് എന്തായിട്ട് മാറുന്നത്? ബിൽറ്റ് ആയിട്ട് മാറും അല്ലെ. ആ ബിൽറ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ടീൽ അവസാനിക്കുന്ന വെർബിലേക്കാണ് പോകുന്നത് അല്ലെ. ആ ടീൽ അവസാനിക്കുമ്പോൾ V3 ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്ന് പറയുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് പ്രസൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന വോയിസിന്റെ ഏറ്റവും കൂടുതൽ PSC എക്സാമിനേഷന് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പ്രസൻസുമായിട്ട് ബന്ധപ്പെട്ട മാർക്കുകളുടെ മാത്രം കുറച്ച് വോയിസിന്റെ ഡിസ്കഷൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി സിമ്പിൾ പ്രസന്റ്, അനദർ വൺ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ. ആദ്യം നമുക്ക് നോക്കാം സിമ്പിൾ പ്രസന്റ് പാസീവ് ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അതിന്റെ പാസീവ് എന്തായിട്ട് മാറുന്നേ? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3 മാറും. പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ദെൻ എന്താണ്? ഈസ് ആം ആർ പ്ലസ് INT ഫോം ആണ് ആക്റ്റീവ് ഫോർമാറ്റ്. അതിന്റെ പാസീവ് എന്തായിട്ട് മാറും? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീയിങ്ങിലേക്ക് മാറുന്നുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ വന്നിരിക്കുന്നത്? ദെൻ ഒരു വാക്യം പാസീവ് കൺവേർഷനിലേക്കോ അല്ലെങ്കിൽ ആക്റ്റീവ് കൺവേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ടെൻസ് ബേസിലാണ് പോകുന്നത്. ടെൻസ് ബേസിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ദെൻ 3 ടെൻസ് ഡിവിഷൻ ഏതൊക്കെയാണ്? 3 ടെൻസ് ഡിവിഷൻ പോകുന്നത് പ്രസന്റ്, പാസ്റ്റ് ആൻഡ് തേർഡ് വൺ ഫ്യൂച്ചർ. ക്ലിയർ? അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുക. ഈ 3 ടെൻസ് ഡിവിഷനെയും സബ് ഡിവിഷൻസ് അല്ലേ. എത്ര സബ് ഡിവിഷൻസ് പോകുന്നത്? 4 സബ് ഡിവിഷൻസ് ആണ്. ഏതൊക്കെയാണ് 4 സബ് ഡിവിഷൻസ് വരുന്നത്? ഫസ്റ്റ് വൺ സിമ്പിൾ ഫോം അറിയാമല്ലോ, സ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഫോം, നെക്സ്റ്റ് വൺ പെർഫെക്റ്റ്, ആൻഡ് ഫോർത്ത് ഡിവിഷൻ ഈസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ. അങ്ങനെ 3 മേജർ ഡിവിഷന് 4 ഡിവിഷൻസ് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. ആ 3 മേജർ ഡിവിഷൻ 4 ഡിവിഷനോടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ടാവും? പ്രസന്റൻസിന്റെ ഒന്നാമത്തെ ഡിവിഷൻ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് രണ്ടാമത്തെ ഡിവിഷൻ പ്രസന്റ് കണ്ടിന്യൂസ്, മൂന്നാമത്തെ ഡിവിഷൻ പ്രസന്റ് പെർഫെക്റ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ടെൻസ് ഡിവിഷന്റെയും എല്ലാ ഡിവിഷനും അല്ലെ ഓരോ ടെൻസിന്റെയും 4 ഡിവിഷൻ കണക്ട് ചെയ്യുമ്പോൾ ആ 4 ഡിവിഷനും എന്തില്ല? പാസീവ് കൺവേർഷൻ ഇല്ല. പ്രസന്റൻസിന്റെ ആദ്യ 3 ഡിവിഷൻ മാത്രമേ പാസീവ് ഫോം ഉള്ളൂ അല്ലെ. ആ പ്രസന്റൻസിന്റെ ആദ്യ 3 ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ടാവും? സിമ്പിൾ പ്രസന്റ് ഉണ്ടാവും, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടാവും, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാവും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാവും. ആ അതിനകത്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഫോം ഇല്ല. ആദ്യ 3 ഡിവിഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് പാസ്റ്റ് ടെൻസിന്റെയും. ഏതാണ്? പാസ്റ്റ് ടെൻസിന്റെ ഒന്നാമത്തെ ഡിവിഷൻ പാസീവ് ഫോം ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് ടെൻസിന്റെയും 4ാമത്തെ ഡിവിഷൻ നോ പാസീവ് ഫോം. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഫ്യൂച്ചറിന്റെ ഒന്നാമത്തെ ഡിവിഷൻ ഏതാണ്? ഫ്യൂച്ചറിന്റെ ഒന്നാമത്തെ ഡിവിഷൻ സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചറിന്റെ രണ്ടാമത്തെ ഡിവിഷന് 3ാമത്തെ ഡിവിഷൻ പാസീവ് ഫോം ഇല്ല. ഫ്യൂച്ചറിന്റെ 3ാമത്തെ ഡിവിഷൻ തേർഡ് ഫോം അല്ലെ. 4ാമത്തെ ഡിവിഷനിലേക്ക് പോകുന്നില്ല. ഫ്യൂച്ചറിന്റെ 3ാമത്തെ ഡിവിഷൻ ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റിന്റെ ആദ്യ 3 ഡിവിഷൻ, പാസ്റ്റിന്റെ ആദ്യ 3 ഡിവിഷൻ, ഫ്യൂച്ചറിന്റെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിവിഷൻ അല്ലെ. സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും. ഈ ടോട്ടൽ 8 ഡിവിഷൻ ആണ് നമുക്ക് പാസീവ് കൺവേർഷൻ ഉള്ളത്. അതിൽ നമുക്ക് പ്രസന്റൻസിന്റെ മാത്രം ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റിലൂടെ വരുന്ന വാക്യം എങ്ങനെ വരുന്നു, പ്രസന്റ് കണ്ടിന്യൂസിലൂടെ വരുന്ന വാക്യം എങ്ങനെയാണ് വരുന്നത്, പ്രസന്റ് പെർഫെക്റ്റിലൂടെ വാക്യത്തിന്റെ ഒരു എക്സാമ്പിളൂടെ ജസ്റ്റ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. യെസ്. അപ്പോൾ വോയിസ് പ്രസന്റൻസിന്റെ 3 ഡിവിഷൻ നമുക്ക് നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പ്രസന്റ് ആദ്യ 3 ഡിവിഷനാണ് വരുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഈ 3 സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് എക്സാംസ് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് ഫോർമാറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആയിരിക്കും. അതിന്റെ പാസീവ് നമുക്ക് എങ്ങനെ പറയാം? ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3 ഫോമിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ആ സ്ട്രക്ചർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏതാണ്? സിമ്പിൾ പ്രസന്റ് ഒരു ബാക്കി വരികയാണെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്, വോയിസ് ആക്റ്റീവ് ആയിരിക്കും. അതിന്റെ പാസീവ് ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3 ഫോം ആണ്. ഒരു എക്സാം നോക്കുക. ഐ റൈറ്റ് എ ലെറ്റർ അല്ലേ? അവിടെ ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ള ബാക്കി ടെൻസ് ഡിവിഷൻ നോക്കിയേ, സിമ്പിൾ പ്രസന്റ് അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ പാസീവ് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും? ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം, മീ എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V1 ഫോം ആണ് വരുന്നതെങ്കിൽ വോയിസ് ആക്റ്റീവ് ആണ്. അതിന്റെ പാസീവ് ഫോം പോകുന്നത് ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ V3 ഫോമിലേക്കാണ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ഒരു വാക്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്റ്റീവ് ഫോർമാറ്റ് നോക്കിയേ, സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3 ഫോം ആണ്. അതിന്റെ പാസീവ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും? ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് എന്താണ്? ബീയിങ് ഉണ്ടാവും. ഒരു വാക്കൂടെ അറ്റാച്ച് ചെയ്യണം. ഏത് വാക്കാണ്? ബീയിങ്. ഈ ബീയിങ് മിസ് ചെയ്യരുത്. ഉണ്ടാവും ബീയിങ് പ്ലസ് V3 ഫോം. ഇവിടെ ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ V3 ഫോം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വോയിസ് ആക്റ്റീവും ഒബ്ജക്റ്റിനോടൊപ്പം ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസിന്റെ പാസീവ് ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ നോക്കിക്കണം. നമ്മൾ നേരത്തെ ഇരിക്കുന്ന ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ആയിട്ട് മാറുന്നു. അവിടെ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ള വാക്യം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ദെൻ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ അതിന്റെ പാസീവ് എങ്ങനെ വരുന്നുണ്ടാവും? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഉണ്ടോ? ഈസ് ബീയിങ് പ്ലസ് V3 ആയിട്ട് മാറും. നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. അതിന്റെ ആക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ നേരത്തെ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയതാണ്. സബ്ജക്റ്റിനോടൊപ്പം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടോ? അതിന്റെ പാസീവ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ബാക്കി വരുമ്പോൾ ടെൻസ് വോയിസ് ആക്റ്റീവ്, ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ്. അതിന്റെ പാസീവ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ആയിട്ട് മാറുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ദെൻ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. ഇവിടെ ഐ ഹാവ് റിട്ടൺ ലെറ്റർ എന്നുള്ളതിന്റെ ഹാവ് തന്നെ ഇവിടെ വരണം നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ഐ ഹാവ് റിട്ടൺ ലെറ്റർ എന്നുള്ള ഭാഗത്തിൽ ഒബ്ജക്റ്റ് ഏതാണ്? ലെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് അനുസൃതമായിട്ട് അയക്കണം നമ്മൾ പാസീവ് ഉപയോഗിക്കേണ്ടത്, വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഐ ഹാവ് റിട്ടൺ ലെറ്റർ, ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ ആയിട്ട് മാറുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളോട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആക്റ്റീവ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് ഫോർമാറ്റ് ഈ സമ്മർ പ്ലസ് ING ആണ്. സിമ്പിൾ പ്രസന്റ് പാസീവ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈ സമ്മറിനോടൊപ്പം വെർബിന്റെ V3 ഫോം കണക്ട് ചെയ്യുന്നുണ്ടാവും. ഏതാണ് വന്നിരിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവിലേക്ക് വരുമ്പോൾ ഈ സമ്മറിനോടൊപ്പം ബീങ് കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതുപോലെ നമ്മൾ മനസ്സിലാക്കി. ഏതാണ് വന്നിരിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ആൻഡ് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് നമ്മൾ വരുമ്പോൾ ബീങ് കണക്ട് ചെയ്ത് വരുന്നു അല്ലേ? എക്സാംസ് മനസ്സിലായല്ലോ? ഏതാണ് വന്നിരിക്കുന്നത്? ദെൻ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. അപ്പോൾ നമ്മുടെ എക്സാമിനേഷന്റെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. ദേ ഹാവ് ബിൽറ്റ് എ ബ്രിഡ്ജ്. ബാക്കിയുള്ള ടെൻസ് ഡിവിഷൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ആൻസർ പോകുന്നത് എ ബ്രിഡ്ജ് എന്താ വന്നിരിക്കുന്നത്? ഹാസ് ബീൻ ബിൽറ്റ് ബൈ ദം എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആണല്ലോ?